ഇന്ന് നമ്മുടെ ശ്രീകുട്ടന്റെ പിറന്നാളാണ് കേട്ടോ. വിശാഖാണ്, കന്നിമാസത്തെ വിശാഖാണ് ശ്രീകുട്ടന്റെ നാള്. ഭാഗ്യം ഇവിടെ ഇല്ല, ചെറിയൊരു ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആള് ഒന്ന് പുറത്തു പോയിരിക്കുകയാണ്. ആളങ്ങനെ പുറത്തു പോകുന്നത് വളരെ വിരളാണല്ലോ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഭാഗ്യമില്ലാത്തതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ആകെ കൂടി ഒരു ഡള്ളായ അവസ്ഥയായിരുന്നു. എങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ അതുപോലെ തന്നെ പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയും ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് തിരിച്ചു വന്നിരിക്കുന്നത്. ബർത്ത്ഡേതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഭാഗ്യം വരുമ്പോൾ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ശ്രീകുട്ടനെ സ്കൂളിൽ അവനെ വിളക്കൊക്കെ വെച്ച് എക്സാം ഉണ്ടേ, എക്സാമിനൊക്കെ വിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ശാന്തമ്മ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാർ വാഴയ്ക്ക് വളർന്ന പരിപാടികളും കാര്യങ്ങളും. ഇനിയിപ്പോൾ വീണ്ടും അടുത്ത ട്രിപ്പ് വാഴ വെച്ച് തുടങ്ങണമല്ലോ. അപ്പോൾ അതിന് മണ്ണൊരുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രമേശായിരുന്നു വിജയേട്ടനാണുള്ളത് തോന്നുന്നു. അപ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി നമ്മുടെ ഒരു ദിവസങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട്, എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവുക. എന്തായാലും ബ്രേക്ക് എടുത്തതിൽ ഞാൻ സോറി പറയുന്നു. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരികയും കൂടെ ചെയ്തു. അപ്പോൾ നമുക്ക് ചോറ് ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ചോറ്. 2-3 ആൾക്കുള്ളത് മതി. അതായത് ചെറിയ കലത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബീട്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. പെട്ടെന്നാണ്. ശാന്തമ്മ മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും പിന്നെ ഒരു കുഞ്ഞു ഉപ്പേരിയും ചപ്പാത്തി കണ്ട കാലത്തെ ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാന്തമ്മ മാത്രമല്ല, ചേട്ടന്മാർ അപ്രതീക്ഷിതമായിട്ട് വന്ന കാരണം നമുക്ക് വേറെ കറി വെക്കണം. അപ്പൊ ഞാനിത് കാലത്ത് ഞാൻ ഈ ചപ്പാത്തിയും ഒരു ബുൾസയും 2 ബുൾസയും ഒരു ചപ്പാത്തിയും പിന്നെ ഈ ബീട്രൂട്ടിന്റെ ബാക്കി ഉണ്ടല്ലോ, ഇതിന്റെ ബാക്കി ഭാഗവും പിന്നെ നമ്മുടെ ആപ്പിളും ഒരു ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയൊരു ജ്യൂസ് അടിച്ചു കുടിച്ചു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ശ്രീകുട്ടന് ഇവിടെ നമ്മൾ ഇന്നലെ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുലാവ് കൂട്ടി അവൻ കഴിച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെ ദിവസം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇന്നും കൂടെ മടി പിടിച്ചിരിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തോ സമ്മതിച്ചില്ല നിങ്ങൾ എന്നെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരസുഖമില്ല, മടിയാണ് അസുഖം, മഴ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പതിവ് വ്ളോഗ് ഇവിടെ നിന്ന് പുനരാരംഭിക്കാമെന്ന് വിചാരിച്ചു. കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഒരു ബ്രേക്ക് എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് മടി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതുമയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് പൊതുവെ മടുപ്പ് തോന്നില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കലേ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പുനർജീവൻ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും എന്താ നമ്മളിതുപോലെ ഇങ്ങനെ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു കുത്തിക്കാച്ചി ഉപ്പേരിയും പിന്നെ ചമ്മന്തിയും ഇത്തിരി അച്ചാറും പുളിഞ്ചി ഇരിക്കുന്നുണ്ട് നമ്മുടെ. അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർക്ക് കാലത്തേക്കുള്ള കഞ്ഞി റെഡി ആയിട്ടോ. അവർക്ക് കാലത്തേക്ക് മാത്രമേ കഞ്ഞി വേണ്ടൂന്ന് പറഞ്ഞു. പിന്നെ ശാന്തമ്മ എന്ന് പറയുന്നത് നമ്മളിവിടെ സഹായിക്കാൻ വരുന്ന ഒരു ആൻറ്റിയാണ്, ഒരു അമ്മയാണ്. ശാന്ത എന്നാണ് പേര്. ഞാൻ ഈ അമ്മ കൂട്ടുന്നത് ആളോടുള്ള റെസ്പെക്റ്റ് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശാന്തമ്മ എന്ന് വിളിക്കുന്നവരോട് ഇപ്പോൾ ആളെല്ലാവരും ശാന്തമ്മ എന്ന് വിളിക്കണമെന്നാണ് ശാന്തമ്മ പറയണത്. അപ്പോൾ ആളിടയ്ക്കിടയ്ക്ക് എന്നെ സഹായിക്കാനും വീടിൻ്റെ ചുറ്റും അടിച്ചു വാരി തരാനൊക്കെ വരും. ഇവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരും ഇത്രയും വിശാലമായ മുറ്റവും വീടും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയും കേട്ടോ അടിപൊളിയാണെന്ന്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട് എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കേണ്ട. വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വേണം ഒരു തുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാനും കുറച്ച് ബിസി ആയി പോയിടാ. അങ്ങനെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇടിച്ച മുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തട്ടിക്കൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞ് എനിക്ക് ഏറ്റവും അധികം വന്ന കമൻറ്റ് എന്താണെന്നറിയോ, ശ്രീയുടെ തട്ടിക്കൂട്ട് കറികൾ അല്ലെങ്കിൽ ശ്രീയുടെ എളുപ്പമുണ്ടാക്കുന്ന കറികൾ അല്ലെങ്കിൽ ശ്രീ പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്ന കറികൾ മിസ് ചെയ്തു എന്നാണ് ഏറ്റവും അധികം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ ഒരുപാട് പേര് എന്നെ അന്വേഷിച്ചതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലത്തെ ഒരാളായിട്ട് കാണാണ്ടാവുമ്പോൾ വന്നിട്ട് എവിടെയാണോ എന്താണോ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമേ സ്വർഗം കിട്ടിയൊരു ഫീലായിരുന്നു. അപ്പോൾ നമുക്ക് കഞ്ഞി ഓരോരോ പാത്രത്തിലായിട്ട് പകർന്ന് വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വീടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗ്യന് അലർജിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ഈ വീട്ടുപൊടിച്ചുകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത്ര, മൈക്രോസ്കോപ്പിക്കാണ്, അതിനോട് അലർജി ഉണ്ട്. അപ്പോൾ വീട് മൊത്തത്തിലൊന്ന് കഴുകാമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ. ശാന്തമ്മനെ കണ്ടിട്ട് കുറേ ദിവസമായി ഉണ്ടാവും അവർ. ശാന്തമ്മനെ കണ്ടിട്ടേ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടേ കുറേ ദിവസമായി ഉണ്ടാവുന്നു. ശാന്തമ്മ കഞ്ഞി കുടിക്കുക. ഒക്ടോബർ 2 വന്നിട്ടുണ്ടെങ്കിൽ 3-4 വർഷമായി നമ്മൾ ഈ വീട്ടിൽ കയറിയിട്ട് ഇതുവരെ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതാ ഇപ്പോൾ മൊത്തത്തിലൊന്ന് കഴുകൽ മാത്രം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വർഷക്കാലം വരുമ്പോഴേക്കും പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യമില്ലാത്ത കാരണം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ അച്ഛനും കൂടി. ജനലൊക്കെ കഴുകി തോന്നുന്നുണ്ടല്ലോ അച്ഛാ. ഉള്ളല്ല ഫ്രണ്ടിലത്തെ ഈ പോളിഷൊക്കെ കഴുകിയ ഇവിടെയൊക്കെ കഴുകിയ
വീടിൻ്റെ ഉള്ളിൽ ഇന്നലെ ഞാൻ വൃത്തിയാക്കി ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ വൃത്തികേടാക്കാൻ ആരും ഇല്ലാത്ത കാരണം വൃത്തിയാക്കി ഇട്ടാലും അതുപോലെ തന്നെ കിടന്നോളും. അപ്പോൾ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഉള്ളിൽ. നമ്മുടെ വീടിന് ഒരു കണ്ടംപററി സ്റ്റൈലാന്ന് തോന്നും. അത് കാരണം കൊണ്ട് സൺഷെയ്ഡുകൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ എന്താ പറയുക ഓപ്പൺ ഏരിയ ടെറസിലേക്ക് വരുന്ന അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ കഴുകുന്നതൊക്കെയാണ് കേട്ടോ. എന്നാലും അഴുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പിടിക്കുമല്ലോ, ഓപ്പൺ ഏരിയ അല്ലേ, പൊടിയും ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാ വീടിൻ്റെ പുറമേ ഉള്ള എല്ലാ ഭാഗങ്ങളും വിമേഷ് ചേട്ടനാണ് കഴുകി തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 ദിവസം കൊണ്ടാണ് നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നത്. 700 രൂപയാണ് ആ ഒരു മെഷീന് നമുക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ പവറുള്ളൊരു മെഷീനാണ്. ഇതേ ഇന്നലെ വെച്ച ചിക്കൻ കറി കേട്ടാ. അപ്പൊ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോ ചേട്ടന്മാര് പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് അപ്പൊ ശാന്തമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ശാന്തമ്മ ഇവിടെ മുറ്റൊക്കെ വൃത്തിയാക്കാം, മറ്റെന്താ പറയാ പുല്ലൊക്കെ അടിച്ചിട്ട് പുല്ലൊക്കെ കരിഞ്ഞൊക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് അടിച്ചു വാരി വൃത്തിയാക്കി ഇടാണ്. കുറെ നാളായി ശാന്തമ്മ വന്നിട്ട്. ഇപ്പൊ മൊത്തത്തിലാവുമ്പോൾ ഞാനൊന്ന് ശാന്തന്മാരെ കൂടെ കൂടാന്ന് വിചാരിച്ചു, കുറച്ച് പണികളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ചിക്കൻ കറിയും പിന്നെ ഉപ്പേരിയും കൂടി ആകുമ്പോൾ ശാന്തമ്മയ്ക്ക് അതും മതി. അപ്പൊ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ട. വൈകുന്നേരം ആകുമ്പോൾ നമ്മള് പതുക്കെ ഒല്ലൂർക്ക് വിടാനുള്ള പരിപാടിയാണ്. ഇപ്പൊ വീക്കെൻഡാണ്. അപ്പോ പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മീനും ആവശ്യം വരില്ല. അപ്പൊ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നാളെ വരും നമ്മള്. നാളെ എനിക്ക് എറണാകുളത്ത് ക്ലാസ് ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ റൂട്ടീൻ എന്ന് പറയുന്നത്. ഒരു കൊല പാളയംകുടം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാളയംകുടങ്ങായ അവിടെ നാട്ടിൽ പറയാ, നമ്മളിവിടെ പാളയംകുടം എന്ന് പറയും കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അപ്പൊ പഴം അല്ലെങ്കിൽ വേസ്റ്റായി പോയി. ബാക്കിയുള്ളത് കൊണ്ടുപോകാം, മണ്ണമ്പട്ടയ്ക്ക് കൊണ്ടുപോകാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേ പോവുള്ളൂ, മണ്ണമ്പട്ടയ്ക്ക് ഒല്ലൂർക്ക് പോവുള്ളൂ. എന്നാലും അതുവരെയുള്ള പരിപാടികൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു അസ്വസ്ഥതയാ. അങ്ങനെ നമുക്ക് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ശാന്തമ്മയുടെ ഒപ്പം കുറച്ച് നേരം ജോയിൻ ചെയ്യണം, ചേട്ടന്മാരൊക്കെ ഒപ്പം കുറച്ച് നേരം ജോയിൻ ചെയ്യണം. അച്ഛനുള്ള കാരണം കൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തോളൂ കേട്ടോ. വൈകുന്നേരം അച്ഛനും വന്ന് കിടക്കായിരുന്നു കുറച്ച് ദിവസങ്ങളിലൊക്കെ. പിന്നെ എനിക്കിവിടെ അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പം ഇന്ന് വൈകുന്നേരം നമ്മുടെ ചേച്ചിയോടൊക്കെ പോവാണല്ലോ. ഒരു കൊല പാളയംകുടം പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഇളമിക്കും നമ്മുടെ ഡെസ്കാരി കൂട്ടാൻ വെച്ചും പഴം ഉണ്ടാക്കിയും അല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയും ഒക്കെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ പഴം മാത്രം ഇത്രയ്ക്കായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പൂമ്പ് കൊണ്ടുപോവാം, കുറച്ച് കൊണ്ടുപോവാം, ബാക്കിയുള്ളത് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം തിന്നാനൊരു ആഗ്രഹം. അപ്പൊ ഞാൻ നമ്മുടെ നാളികേരം മറ്റിങ്ങനെ കൊത്തിയെടുത്തപ്പോഴേ അതിൽ പൊങ്ങ് ഈ പൊങ്ങൊക്കെ കിട്ടുമ്പോഴേ പതുക്കെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ തിരിച്ച് മടങ്ങൂല്ലേ. ഇവിടെ കുറേ ദിവസം കിടന്ന് മുളച്ച തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഞാൻ തലേദിവസമല്ല 2-3 മണിക്കൂർ മുന്നേ റവ കുതിർത്തി വെച്ചായിരുന്നു. അത് നമ്മുടെ ശാന്തന്മാരെ ടിപ്പാണ് കേട്ടോ. റവ കുതിർത്തിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിന് ഭയങ്കര സോഫ്റ്റ് ആവുന്ന അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടി, മൈദയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഗോതമ്പ് പൊടിയൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏലക്കയുടെ ഭാഗങ്ങൾ ഇതുപോലെ ഭാഗങ്ങളല്ലടാ കുരുക്കൾ ഇതുപോലെ അടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഴം കണ്ട ഉരിഞ്ഞ് താഴത്തേക്ക് വീണ് തുടങ്ങിയെന്നേ. അപ്പോൾ പാളയംകുടം പഴത്തിലാണ് അത്ര നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണെന്നാണ് പറയണത്. പക്ഷേ ഇത്രയും ടേസ്റ്റ് വരുന്നുള്ള കാര്യം എനിക്ക് അറിയണമെന്നില്ല. പെർഫെക്റ്റ് ഉണ്ണിയപ്പം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പഴവും അതുപോലെ തന്നെ ശർക്കരയുടെ പാവും കുറച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. നല്ല പഴം പോലെ എന്താ പറയുക ഇങ്ങനെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പുട്ടിൻ്റെ പൊടിയും കുറച്ച് മൈദയുടെ പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് റവ കുതിർത്ത് വെച്ചത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ പാവുണ്ടല്ലോ അത് കുറച്ചേശ്ശായിട്ട് ഒഴിച്ച് നമുക്ക് ഇതുപോലെ ബാറ്ററാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിടാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ ആ ഏലക്കയുടെ ആ സംഭവങ്ങളോ പിന്നെ നിങ്ങൾ ചിലർ എള്ളിടുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് വേണം ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നാളികേരം വറുത്തിടലുണ്ട്. കഷ്ണമായിട്ടാണ് വറുത്തിടാറുള്ളത്. പക്ഷെ ഇന്നെനിക്ക് നേരമൊന്നും കിട്ടിയില്ല. നമുക്ക് പോകണ്ടേ. പിന്നെ ചേട്ടന്മാർക്ക് കൂടെ പണിയുണ്ട്. അപ്പോൾ 4 മണിക്ക് അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കും കൂടെ വേണം. അപ്പോൾ തേങ്ങ ഞാൻ ചിരകി എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി നെയ്യും ആ മണത്തിന് വേണ്ടിയിട്ടേ ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കണില്ല. അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പോൾ
ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണവരെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പൊടിക്ക് ഈസ്റ്റ് ചേർത്തിട്ട് 2 മണിക്കൂർ നമ്മൾ ഒരു പൊടിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു നുള്ള് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചേർത്തിട്ട് 2 മണിക്കൂർ ഇത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ണിയപ്പം വീർത്ത് വരും കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കുറച്ച് നെയ്യ് ഒഴിക്കുന്നു ഒരു ടേസ്റ്റിന്. പിന്നെ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ അത് കോരി ഒഴിക്കുന്നു. നമ്മുടെ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉണ്ണിയപ്പം ഒന്ന് ചൂടായി നമ്മൾ ആ ഒരു കുഴിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേ ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് ആളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ആ എണ്ണയിൽ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ബാറ്റർ വന്നിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പഴത്തിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ഉണ്ണിയപ്പം ഇത്ര നാളിൻ്റെ ഇടയിൽ ഇപ്പോഴാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം. എൻ്റെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഓടി വന്നു തിന്ന് 10 തെറ്റ കഴിഞ്ഞു. എന്ത് ഉണ്ണിയപ്പം? വീട്ടിൽ ഏറ്റവും അധികം ഭക്ഷണം കഴിക്കുന്ന ആളില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയലോഗ് എന്തായാലും നമ്മുടെ മനസ്സിൽ വരും. ഭാഗ്യം ഇതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി ആ ചട്ടിയിൽ ഇടുന്നേക്കാളും മുമ്പ് 10 നാൾ അകത്താക്കിയിട്ടുണ്ടാവും, അത്ര ചൂട്ടോടെ. അപ്പോൾ ഇന്നേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ആളെ മിസ് ചെയ്തു കേട്ടോ. പക്ഷേ വേറെ നിവൃത്തിയില്ല, നമുക്ക് അവിടെ വേറെ ഫുഡൊന്നും അലൗഡല്ല ഇപ്പോൾ പോകുന്നിടത്ത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, ഭാഗ്യം പോകുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ആദ്യത്തെ തട്ട് റെഡി ആയിരിക്കുകയാണ് കുട്ടികളെ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ണിയപ്പം കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, കുറച്ചധികം ഉണ്ടല്ലേ. ഇത് പേളാമയ്ക്കും ഡൽസേനയ്ക്കും ഒക്കെ കുറച്ച് വെച്ചിട്ട് 2-3 കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ്. അമ്മേ ഇനി നമുക്ക് ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കുറച്ച് അടുത്ത് കൊടുത്ത് പരിപാടികളുണ്ടെന്ന്. അപ്പോൾ ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ബൈക്കിന് അത്ര അധികം ദൂരം പോവാറില്ല, പക്ഷേ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ബൈക്ക് എടുത്തിട്ട് ശ്രീകുട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ശ്രീകുട്ടനെ കൊണ്ടുപോകണില്ല, സേഫ് അല്ല, വീടടങ്ങാൻ ഞാൻ തന്നെ വീണോട്ടെ. അപ്പോൾ ഞാൻ പോയിട്ട് ബാക്കി പരിപാടികൾ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മുടെ ഭാഗ്യൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, വിമേഷിൻ്റെ ഏട്ടനാണ് വീട് ഇവിടെ മൊത്തത്തിൽ കഴുകിയെടുത്തത്. 2 ദിവസം കൊണ്ടാണ് നമ്മൾ കഴുകിയെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ടേ വീട് നന്നായി കഴുകിയാലും പെയിൻ്റ് അടിക്കുന്നതിന് തുല്യാവും കേട്ടോ. അത്രയും നല്ല രീതിയിൽ നമ്മുടെ ഈ പൂപ്പലും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മുറ്റടിക്കാൻ കൂടി അടിപൊളിയാണെന്ന് ഈ ഒരു മെഷീൻ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തെ ആ ഒരു അഴുക്കുണ്ടല്ലോ അത് മൊത്തം പൊക്കോളും. നല്ല പവറുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ലോ പവർ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വണ്ടിയൊക്കെ കഴുകാറുള്ളത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് പവറുള്ള ഒരാണെന്നാണ് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചു ആ നിൽക്കുന്ന ചെടി എന്താ ശ്രീന്ന്. അത് ബ്രൈഡൽ ബൊക്കെയാണ്. അതുമ്പോൾ വൈറ്റ് കളറിൽ നല്ല മണമുള്ള പൂവ്. നമ്മുടെ വീട്ടിലത്തെ കാലാവസ്ഥ, അതായത് നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള വെയിലും എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പും എക്സ്ട്രീം ആയിട്ടുള്ള ചൂടും എക്സ്ട്രീം ആയിട്ടുള്ള മഴയും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറിയിരിക്കലെ ഈ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളിൽ പല മാറ്റങ്ങളും വരുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് മരത്തിൻ്റെ വാതിലും ജനലും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ നല്ല വർക്കിൽ CNC കട്ടിങ് കൊടുത്തിട്ടാണ് നമ്മുടെ എഞ്ചിനീയർ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ ഈ ഒരു മെഷീൻ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു വീടിൻ്റെ വീടിൻ്റെ ഫീൽ തന്നെയാണ്, കറക്റ്റാണല്ലേ. അപ്പോൾ നമുക്ക് ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോവാം. എന്നെക്കാളും മുമ്പ് കണ്ടത് അച്ഛൻ്റെ വണ്ടിയൊക്കെ വിമേശേട്ടനെ കൊണ്ട് കഴുകിപ്പിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ വണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഐക്യൂബും കഴുകി തന്നു വിമേശേട്ടൻ. എന്തിനും ഇവിടെ ഭാഗ്യൻ്റെ വീട്ടിലായിട്ട് ചെരുപ്പ് വരെ ആളതുകൊണ്ട് കഴുകി തന്നു. പിറ്റേ ദിവസത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചവിട്ടിയൊക്കെ കഴുകിയിട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഭാഗ്യൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റാർട്ടാക്കിയിടുന്നുള്ളൂ. അത് കാരണം കൊണ്ട് ഭാഗ്യനെ ആ വണ്ടി കാണുമ്പോൾ എനിക്ക് മിസ് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ എന്നും കാണുന്ന ആളെ 2 ദിവസം കാണണ്ടാതെ മിസ്സാവുമല്ലോ. പിറ്റേ ദിവസം വന്നിട്ട് ഈ ചേട്ടന്മാർ 2 പേരുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു മൂവാണ്ടമ്മാവിൻ്റെ തറയുണ്ടല്ലോ അതൊക്കെ അവർ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ അടിപൊളിയായിട്ടൊരു കളർ കൊടുക്കണം. നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കളറിന് ചേരാമെന്ന്. മിക്കതും ആ സിമെൻറ്റ് കളർ തന്നെ കൊടുക്കാനായിരിക്കും വഴി. പിന്നെ ജനലകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുറച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ 2ാമത്തെ ദിവസം വന്നില്ല, മറ്റേ ചേട്ടനുള്ള കാരണം കൊണ്ട്. എങ്കിലും ആ ചേട്ടൻ നല്ല രീതിയിൽ ഒക്കെ തുടച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനലുകളൊക്കെ തുടയ്ക്കാൻ തന്നെ നമുക്ക് ഏകദേശം 1-2 ദിവസം വേണം. നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടൊരു തൊട, പിന്നെ വേറൊരു തൊട. എപ്പോഴും പറയുന്ന പോലെ തന്നെ കെട്ടിപ്പൊക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പഠിപ്പായിട്ടൊരു പരിപാടിയാണ്. പിന്നെ ഇതുപോലെ ശാന്തന്മാരെ പോലെ ഇതുപോലെ ചേട്ടന്മാരൊക്കെ ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് മാത്രം. എങ്കിലും ഇതൊക്കെ അധികം ചിലവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും.
എന്താ ചെയ്യാ? അപ്പോൾ എന്തായാലും നമ്മൾ നനഞ്ഞൂലോ, ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കുളിക്കുക തന്നെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തെ കണികൊണ്ട് പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ വീടിനെ ഒന്ന് പുറം വശം കുളിപ്പിച്ചെടുത്തു, എല്ലാ ഭാഗങ്ങളും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചവിട്ടിയൊക്കെ കഴുകി തന്നു. ഇത് നമ്മുടെ കിച്ചണിലിടുന്ന ചവിട്ടിയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ എന്താ പറയുക, സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ചേട്ടന്മാർ കഴുകി വൃത്തിയാക്കി തന്നു. ഇത് പുറത്ത് കൊണ്ടുപോയി നമ്മൾ തോട്ടിലും അതുപോലെ തന്നെ കുളത്തിൻ്റെ പക്കത്തൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഴുകിയെടുക്കാറുള്ളത്. അതൊക്കെ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യും, കാരണം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇങ്ങനെ ആ ചേട്ടന്മാർ വൃത്തിയാക്കി തന്നപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ പൊന്നി ഇത് കൊള്ളാലോ എന്ന്. എന്തായാലും ഞാൻ ഇനി ഇത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ 700 രൂപയ്ക്ക് ഈ ഒരു മെഷീൻ ഒരു ദിവസത്തെ വാടകയ്ക്ക് എടുത്ത് മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി വീടിൻ്റെ ചുറ്റും അടിച്ചു വരാനുള്ള പ്ലാനിലാണ്. ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ അത് വൃത്തിയാക്കി തന്നപ്പോൾ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ പണി കുറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചേട്ടന്മാർ ബിൻചേട്ടനും അതുപോലെ തന്നെ രമേശ് ചേട്ടനാണ് കേട്ടോ. അവർക്കും ചോറ് കൊടുക്കാനായിട്ട് ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോവാം. അതെ, ശ്രീകുട്ടനത് ഉച്ചവരെ ക്ലാസ്സുള്ളോട്ടെ. അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പോകണം. നമുക്ക് പോയിട്ട് വരാം. കുറച്ച് ദൂരം പോകണം ഇവിടെ നിന്ന്. അവനെ നമ്മളിവിടെ നിന്ന് കൊണ്ടാക്കും വേണം, അതുപോലെ കൊണ്ടുവരും വേണം. ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 8-10 കിലോമീറ്റർ ഉണ്ടാവുന്നു. 8 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്. അപ്പോൾ ഞാൻ ശ്രീകുട്ടനെ കൊണ്ടുവരട്ടെ ഏട്ടാ. ഇത് ഭാഗ്യൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ, ശ്രീകുട്ടനെ പിക്ക് ചെയ്യുക എന്നുള്ളത്. ഭാഗ്യം കാലത്ത് ഒരു 7 മണിക്ക് കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ശ്രീകുട്ടനെ കൊണ്ടുവരുന്ന നേരത്ത് ഇതാ ഇവിടെ എത്തും. നമ്മുടെ നാട്ടിൽ കൂടെ ബസ്സൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. പലപ്പോഴും എല്ലാവരും പറയണത് ശ്രീയുടെ ഭയങ്കര റൂറൽ ഏരിയ ആണെന്ന്. അല്ലടോ, ഞങ്ങളുടെ നാട്ടിൽ മിനിറ്റിന് വീടിൻ്റെ മുറ്റത്തുനിന്ന് വണ്ടി ഉണ്ടെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാലം പൊളിഞ്ഞിടക്കണ കാരണം കൊണ്ട് വണ്ടി ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തണില്ലേ, കുറച്ച് ദൂരത്തേക്ക് പോകണം. അതാണ് നമ്മുടെ ഭാഗ്യം പഠിച്ച സ്കൂള്. ശ്രീകുട്ടൻ്റെ സ്കൂൾ വണ്ടിയും കുറച്ച് ദൂരത്തേക്ക്, വീടിൻ്റെ അവിടേക്ക് എത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഒരു കുട്ടിക്ക്, ശ്രീകുട്ടൻ മാത്രമേ ആ സ്കൂളിൽ പഠിക്കണുള്ളൂ നമ്മുടെ അവിടെ നിന്ന്. അപ്പോൾ അവനെ മാത്രം എടുക്കാൻ വേണ്ടി വരേണ്ടത് വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലേ. നെക്സ്റ്റ് ഇയർ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ശ്രീകുട്ടൻ്റെ കൂട്ടുകാരുടെ വീടാണ്, എഡിറ്റ് ചെയ്ത് കളയല്ലേ എന്ന് പറഞ്ഞായിരുന്നു അവൻ. വീടുകൾ കാണിക്കണമെങ്കിൽ കട്ട് ചെയ്യല്ലേ ഏട്ടമ്മ, വീടുകൾ കാണിക്കണമെങ്കിൽ കട്ട് ചെയ്യല്ലേ. നമ്മുടെ അവിടെ കുറേ വീടുകളുണ്ടോ ശ്രീ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. പിന്നെ എപ്പോഴും വീടുകൾ എന്ന് പറയുന്നത് വലിയൊരു ഭൂമിയുടെ നടുവിലായിരിക്കും. മിക്കവർക്കും കൃഷിയായിരിക്കും, വാഴ, കവുങ്ങ്, അതുപോലെ തന്നെ ചേമ്പ്, ചേന, പിന്നെ കൊള്ളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ, അങ്ങനെയുള്ള കൃഷികളൊക്കെ ആയിരിക്കും. എൻ്റെ നാട്ടിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഓലക്കായും കുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. മരോട്ടിച്ചാൽ ഓലക്കായും കുത്ത് നല്ല മനോഹരമായിട്ടുള്ള സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വരുന്ന സ്പേസാണ്. നാവ് വളയുന്നില്ലല്ലോ ഈശ്വരാന്ന്. അപ്പോൾ കണ്ടോ, ഒരുപാട് വീടുകളുണ്ട്. ഈ വീടുകളൊക്കെ വാഴത്തോട്ടമൊക്കെ ഉള്ള കാരണം കൊണ്ട് എൻ്റെ നടുവിലായിരിക്കുന്നു മാത്രം. ശ്രീകുട്ടൻ്റെ കൂട്ടുകാരുടെയും അവൻ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വീടുകളൊക്കെയാണ് കേട്ടോ. ഈ ഷൂട്ട് ചെയ്ത് തരുന്ന ആൾ ശ്രീകുട്ടനാണ്. അത് കാരണം കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ശ്രീകുട്ടൻ ബാക്കിലിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജിമ്മിലേക്ക് പോകുന്നതും ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോകുന്നതും ഒറ്റയ്ക്കാണ്. ഒരു ഇൻഡിപെൻഡൻസി ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫീലാണ് കേട്ടോ. ബാക്കി 2 ദിവസം പോയപ്പോൾ എനിക്ക് എന്താ പറയുക, തന്നെയും പറ്റും എന്നുള്ളൊരു തോന്നലില്ലേ, അത് വന്നായിരുന്നു. അതൊരു പോസിറ്റീവ് സൈനായിട്ട് ഞാൻ എടുക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കൃഷ്ണേട്ടൻ്റെ ചായക്കട. ഇവിടെ നിന്ന് നമ്മുടെ ചെമ്പലങ്കാട് ഭഗവതി ക്ഷേത്രം, പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്. ഇനിയിപ്പോൾ ആരും വീട് കാണിച്ചെന്നില്ല എന്ന് പറയരുത്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് നമ്മൾ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ കാടായിട്ടും മലയായിട്ടും ഒക്കെ കാണുന്നത്. വീട് നന്നായിട്ട് വെളുത്തില്ലേ, കണ്ടില്ലേ, എല്ലാ അഴുക്കും പോയി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീട്. പിന്നെ ശാന്തമ്മ ചുറ്റും ഒന്ന് വൃത്തിയാക്കിയും കൂടെ തന്നപ്പോൾ അടിപൊളിയായി. അപ്പോൾ ഞാനെപ്പോഴും തത്തി അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുമുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ചെറുതായിട്ടേ ഉള്ളിലൊരു ഭയമുണ്ട്. അത് പോയി കിട്ടിയാലാണ് വണ്ടിയുമ്മ കറക്റ്റ് ആവുള്ളൂ. കാർ എടുത്ത് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ബൈക്കുമെന്നാകുമ്പോൾ വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ, കാറുമെന്നാകുമ്പോൾ ഒന്നും പറ്റില്ലല്ലോ. ശ്രീകുട്ടൻ്റെ പരീക്ഷ കഴിഞ്ഞു. നമുക്ക് ഇനി സെപ്റ്റംബർ 28 എൻ്റെ ബർത്ത്ഡേ. എന്ന് പിറന്നാള് ഇനി 2 ദിവസം കൂടി. ഇന്നത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നാന്നറിയില്ല കേട്ടാ. അപ്പോൾ നമുക്ക് പതുക്കെ പുരികത്തുമ്പോൾ കുറച്ച് അൽത്തുകൊളുത്ത് പരിപാടികളുണ്ട്, അതിന് പോവാം. ശ്രീകുട്ടന് ഭക്ഷണം കൊടുത്തിട്ട് പോവാം. പ്രൂഫ് ഉണ്ട്, ഞാൻ തന്നെയാണ് ഇത് പിടിച്ചത്. കണ്ടോ ഞാൻ. ബൈ അമ്മ, ടാറ്റാ. അപ്പോൾ ബൈ. ശ്രീകുട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പോണത്. വണ്ടിമഴാണ് പോണത്.
ചോക്ലേറ്റാ. അപ്പോൾ പോയിട്ട് വരട്ടെ. അങ്ങനെ വണ്ടി ഓടിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടി പണിപ്പെട്ട് ഞാൻ നമ്മുടെ നിഷേജിയുടെ ബ്ലൂ ലാഷസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിഷേജിയാണ് ഇപ്രാവശ്യം പുരുകത്തുമ്പോൾ പണി പിടിപ്പിക്കാൻ പോകുന്നത്. ഞാൻ മുന്നൊരു വട്ടം മൈക്രോ ബ്ലീഡിങ് പോലെ ഒരു ടാറ്റു അല്ല, എന്തോ ഒരു സംഭവം പോലെ ചെയ്തായിരുന്നു നമ്മുടെ ഷഫിനാൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡിമ്മായപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഫില്ല് ചെയ്യാൻ. എനിക്ക് രണ്ട് സൈഡിലും വലിയ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഈ പുരികത്തിൻ്റെ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിഷേജിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഷേജി മൊത്തത്തിലൊന്ന് പിടിച്ച് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തു തരും കേട്ടോ നിഷേജി. ഞാൻ എന്ന് തൊട്ട് പുരികം ത്രെഡ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നിഷേജിയാണ് എൻ്റെ പുരികത്തിൻ്റെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ ചേച്ചി പുരികം ത്രെഡ് ചെയ്ത് തരും വിത്തൗട്ട് പെയിൻ. ചേച്ചി ആദ്യം ഗൾഫിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊരു നമ്മുടെ കരുവാപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള മണ്ണമ്പേട്ട നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ആണ് ചേച്ചിയുള്ളത്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ത്രെഡ് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല വീതിയുള്ള പുരുക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേച്ചി ഷേപ്പാക്കി തന്ന് പിന്നെ ചേച്ചിയുടെ അടുത്ത് മാത്രമായി പുരുകൻ ത്രെഡ് ചെയ്യാൻ പോക്ക്. ഇതിപ്പോൾ ഒരു നമ്മിങ് ക്രീമാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു നീഡിലുകൊണ്ട് ഇങ്ങനെ കുത്തി ഒരു പരിവാക്കുന്നു തോന്നുന്നു. എനിക്ക് പിന്നെ എന്താ പറയുക, ഫൈനൽ റിസൾട്ടാണ് മുഖ്യം. ഇത്തിരി വേദന എടുത്താലും കുഴപ്പമില്ല എന്നുള്ള മൈലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടി കേട്ടോ. കാരണം ഇത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റിലുണ്ടാവും. പിന്നെ ഇത് 3 സിറ്റിങ്ങിലാണ് അത്യാവശ്യം നല്ല കളർ വരിക. എനിക്ക് കളർ വേണ്ടാത്ത കാരണം കൊണ്ട് ഒരൊറ്റ സിറ്റുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പുരികം നല്ല കളറുള്ള പുരികമാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പുരികം എഴുതണ്ടാത്ത രീതിയിൽ ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 സിറ്റിങ് നമുക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തു തരും. നല്ല ക്ഷമയോടും കുറേ നേരവും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നിഷേച്ചി നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആർഭാടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കേട്ടോ. ഇത് നമ്മൾ ടാറ്റു ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് വരും. വാസലിനൊക്കെ ഇട്ട് ചേച്ചി ക്ലീനിങ്ങൊക്കെ ചെയ്ത് തന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് മുഖം കഴുകാനോ ഒരു 2 ദിവസത്തേക്ക് മുഖം ഇങ്ങനെ സോപ്പിട്ട് കഴുകുമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് കുറയുന്നല്ലേ ചേച്ചി പറഞ്ഞ? ഇത് ഒന്ന് ലൈറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി. ഞാൻ ഒരു സ്ട്രോക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിശ്ചയിച്ചാണ് ഇതിൽ താജ്മഹൽ പണിതാണ്. എങ്ങനെയൊക്കെയാണ് അഭിപ്രായം പറഞ്ഞോ? എല്ലാവരും പറഞ്ഞു നിശ്ചയിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. നിശ്ചയിച്ചിനെ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ നിശ്ചയിച്ചിനേക്കാളും നല്ല വീതിയുള്ള പുരികനാണ്. പക്ഷെ അത് കുറയുന്നതാണ് നിശ്ചയിച്ച് പറയുന്നത്. ഒരു കുറച്ച് ദിവസം ഒന്ന് സെറ്റ് ചെയ്യില്ല, പീലായിട്ട് ഡിമ്മാവുന്നില്ല ചേച്ചി. അപ്പൊ ചേച്ചിമാരെ ചുറ്റുണ്ടായിരുന്നു കാണാം പപ്പു തോന്നുന്നു ഇല്ല. അപ്പൊ ഞാൻ പോട്ടെ, ടാറ്റാ. അവിടെ നിന്ന് വേറെ നമ്മൾ ജിമ്മിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ജിമ്മിലത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാണാം. ദിഗംബരനാവോ പിള്ളേച്ചനാവോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ചേച്ചി അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എക്സ്പ്രഷൻസ് കണ്ട എന്തോ കാര്യമാണെന്ന് വിചാരിക്കുക. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഭാഗ്യൻ്റെ കൂടെയായിരുന്നു ജിമ്മിലത്തെ വൈകുന്നേരത്തെ വർക്കൗട്ട്. എന്തായാലും ഭാഗ്യനെ ജിമ്മിൽ വരുമ്പോൾ എന്നും മിസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഭാഗ്യം വന്നു കേട്ടോ ഓൾറെഡി. ഒരു നാളെയും മറ്റന്നെയൊക്കെ ആയിട്ട് ഭാഗ്യനെത്തും. ചെസ്റ്റും ട്രൈസും അതുപോലെ തന്നെ ഷോൾഡറും ലെഗും പിന്നെ ബാക്കും ബൈസും ഒക്കെ അല്ലേ നമ്മളടിക്കുക. അങ്ങനെ അതൊക്കെ ഞാനും ഏകദേശം പഠിച്ചു വരുന്നുള്ളൂ. ഒരു ജൂലൈ തൊട്ടിട്ടാണ് നമ്മളും ഇതുപോലെ തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ഇവിടുത്തെ മെഷീൻസിൻ്റെ പേര് പോലും അറിയുന്നില്ല. ഷോൾഡറാണ് പഠിക്കുന്നതെന്ന് മാത്രമേ അറിയാം. അപ്പോൾ വെയിറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് തരാം. എല്ലാവരും ചോദിച്ചു ഫൈബ്രോയിഡ് മാറാൻ വേണ്ടിയിട്ടാണോ ശ്രീ വർക്കൗട്ടിൽ പോയെന്ന്. തീർച്ചയായിട്ടും ഫുഡും അതുപോലെ തന്നെ വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നേരത്തിനാക്കിയപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്. പീരീഡ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറവുണ്ട്, ബ്ലീഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ കുറവുണ്ട്. ഇനി പതുക്കെ പോയിട്ട് ഒരു സ്കാനിങ്ങൊക്കെ ചെയ്ത് നോക്കണം. ബ്ലീഡിങ് മാത്രമേ എനിക്ക് പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. എനിക്ക് പെയിനും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മൾ അനീമിക് ആവും. അപ്പോൾ നമുക്ക് ടയർഡ്നെസ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ പറയുക കുറച്ച് നല്ലതാണ്. ജിമ്മിൽ പോയി വന്നോട്ടാ. അപ്പോൾ ബിനുവേട്ട വന്നിട്ടുണ്ട്. ബിനുവേട്ട ഇവിടെ ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മളിനി ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നത്. ചേച്ചിയുടെ അടുത്തെത്തിയിട്ട് കാണാട്ടാ. നൈറ്റ് ആയ കാരണം കൊണ്ട് വണ്ടിയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും നടത്താനായിട്ട് ഞാൻ തുനിഞ്ഞില്ല. പതുക്കെ നമ്മുടെ ബിനുചേട്ടനെ വിളിച്ചു. ബിനുചേട്ടൻ ഒല്ലൂർ കൊണ്ടാക്കി തന്നു. അപ്പോൾ ഇനി ഒല്ലൂരത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.